സഹായങ്ങളൊക്കെ ഇമാതിരി വർഗീയവൽക്കരിക്കപ്പെട്ടു പറ്റും. ഈ ഉസ്താദിന്റെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇനി ബാക്കിയുള്ള പൈസ ഈ 38 ലക്ഷം രൂപ 28 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന നിങ്ങൾ എല്ലാവരും എല്ലാ സമയത്തും ഹിന്ദുക്കൾ ഉണർത്താൻ കിടക്കൽ ഇത് വെല്ലുവിളിയൊന്നുമില്ല, അഭ്യർത്ഥനയാണ്. എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലുള്ള ധനസമാഹരണം മാത്രമല്ല, വ്യക്തിഗതമായി പലരെയും കണ്ടും ആ പാവപ്പെട്ടവൻ ഒരു 10,000 രൂപ കിനാവ് കാണാൻ കഴിയാത്ത സുനിലേട്ടന് തന്റെ മകൾ സൂര്യക്ക് വേണ്ടി നമ്മൾ 28 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു. ഇനി ബാക്കി പൈസ ഇത് സൂര്യമോളാണ്, സുഹറ ബീവി അല്ല. ലക്ഷ്മികാന്ത്, ശശിധര ടീച്ചർ, പിന്നെ ഈ കാണുന്ന സഹകരണത്തോട് പറയാണ് സുഹറ ബീവി അല്ല, സൂര്യയാണ്. നമ്മൾ ജാതി മതം നോക്കിയിട്ടല്ല, മനുഷ്യനാണെന്നുള്ള നിലയ്ക്ക് ചെയ്തിട്ടുള്ളത്. താങ്കളുടെ പല വീഡിയോസിലും ഒരു ബാലൻസിങ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഞാൻ ഇത്ര ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഈ മതത്തിലുള്ള ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, പക്ഷെ ഈ മതത്തെ ഉണർത്താൻ വേണ്ടി നടക്കുന്ന ആൾക്കാരൊന്നും സഹായിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് താങ്കൾ എപ്പോഴും ചെയ്യാറുണ്ട്. അവിടെയാണ് പ്രശ്നം. താങ്കൾക്ക് സഹായം ചെയ്യണമെങ്കിൽ താങ്കൾക്ക് ചെയ്യാം. ചെയ്യുന്നവരുടെ ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് കാണിക്കുന്ന വളരെ മോശമുള്ള കാര്യം തന്നെയാണ്. അവർക്കുണ്ട് ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു കാര്യം. യൂസഫ് അലി സാർ എന്തോരം നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരിക്കലും ഒരു ക്യാമറ ഫ്രണ്ടിൽ വന്നിട്ട് പറയാറില്ല ഞാൻ ഇന്ന കാര്യങ്ങൾ ഇന്ന ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അതാണ് ഒരു മനുഷ്യനും ഒരു വർഗീയവാദിയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അബ്ദുൾ റഹീമിനെ സൗദിയിൽ ഗവൺമെന്റിൽ നിന്ന് ബ്ലഡ് മണി കൊടുത്തിട്ട് ഏകദേശം 34 കോടിയോളം രൂപ കൊടുത്തിട്ടാണ് അദ്ദേഹത്തിനെ അവിടെ നിന്ന് റിലീസാക്കിയത്. ആ സമയത്ത് ഇങ്ങനെ ഏതെങ്കിലും അത് ഹിന്ദു മതത്തിൽ നിന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിൽ നിന്നോ പറയുകയാണ് ഞങ്ങളെല്ലാം കൂടി ഒരു 10, 25 അല്ലെങ്കിൽ 30 കോടി കണ്ടെത്തിയിട്ടുണ്ട്, ബാക്കിയുള്ള 4 കോടി നിങ്ങൾ കണ്ടെത്തുക, കാരണം നിങ്ങളുടെ മതത്തിലും ഉണ്ടല്ലോ ഉണർത്താൻ വേണ്ടി നടക്കുന്ന കുറെ ആൾക്കാർ, അപ്പോൾ അവരെല്ലാം കൂടി കണ്ടെത്തി കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിലോ. ദേ ഇപ്പം വയനാട്ടിലും പാവപ്പെട്ട മനുഷ്യർ മരിച്ചിരിക്കുകയാണ്. അവിടെയും നമ്മൾ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഒറ്റക്കെട്ടായിട്ട് അവരെ സഹായിക്കണം. അതിനകത്ത് ജാതിയും മതവും ചേർത്ത് കൊണ്ടുവരികയാണ് എന്തായിരിക്കും സ്ഥിതി? അവിടെ ഇങ്ങനെ കുറെ ആൾക്കാർ പറയുകയാണ് ഇന്ന മതത്തിലുള്ള, അതായത് ഞാൻ ഇത്ര സഹായിച്ചു ഇനി ബാക്കിയുള്ള മതത്തിലുള്ള ആൾക്കാർ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? വയനാട് മേപ്പാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിച്ചിൽ. 14ഓളം തൊഴിലാളികൾ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരം.